ഓൾറൈറ്റ്, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റാം അല്ലെങ്കിൽ മെമ്മറി ഫോം ഫാക്ടർ. 2 അല്ലെങ്കിൽ 4 റാം സ്ലോട്ട്സ് ഉള്ള മദർ ബോർഡ്, അതിൽ ഇതുപോലെ മേലോട്ട് നിൽക്കുന്ന പോലെ വെർട്ടിക്കലി മൗണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റാം. ഇതെല്ലാം മാറാൻ പോവാണ് വിത്ത് ക്യാം 2. യോൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. സോ ക്യാം 2 എന്ന് പറയുന്നത് പുതിയൊരു മെമ്മറി മോഡ്യൂൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മെമ്മറി മൗണ്ടിങ് ഫോം ഫാക്ടർ ആണ്. വിഷ്വലി നോക്കുവാണെങ്കിൽ ലാപ്ടോപ്പിലെ റാം എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത് അതേ രീതിയിലാണ്. ലാപ്ടോപ്പിൽ റാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മദർ ബോർഡിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടാണ് മൗണ്ട് ചെയ്യുന്നത്. സോ കാണാൻ ഏകദേശം ലാപ്ടോപ്സിലെ സോഡിയം മെമ്മറി സിസ്റ്റം പോലെ തന്നെയാണ്. സോ എന്താണ് ഈ ക്യാം? CAM is the abbreviation for Compression Attached Memory Module. ഇത് 2023 ജെഡെക് അനൗൺസ് ചെയ്യുന്നത്. ജെഡെക് ഒരു കമ്പനിയാണ്. ഈ കമ്പനിയാണ് PCs ആൻഡ് ലാപ്ടോപ്സിലെ മെമ്മറി സിസ്റ്റംസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. സോ ഇത് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്തത് ലാപ്ടോപ്സിലെ മെമ്മറിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ്. ലാപ്ടോപ്സിൽ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന സോഡിയം മെമ്മറി സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് CAM എന്ന മെമ്മറി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബിക്കോസ് CAM 2 ലാപ്ടോപ്പിലെ സോഡിയം സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ ഫാസ്റ്റ് ആണ്, തിന്നർ ആണ് ആൻഡ് ഹൈ സ്പീഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ സെയിം സ്റ്റാൻഡേർഡ് ഇപ്പോൾ കമ്പനീസ് ഡെസ്ക്ടോപ്പ് PCസിലോട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. MSI ആണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. MSIയുടെ പുതിയ പ്രൊജക്ട് 0 മദർ ബോർഡാണ് ഈ കാണുന്നത് വിത്ത് CAM 2 മെമ്മറി സ്റ്റാൻഡേർഡ്. ഇതിലെ മെമ്മറി മോഡ്യൂൾ ഉണ്ടാക്കിയേക്കുന്നത് കിങ്സ്റ്റൺ ബ്രാൻഡാണ്. സോ കിങ്സ്റ്റൺ ബ്രാൻഡിൻ്റെയാണ് ഫസ്റ്റ് CAM 2 ഫോർ ഡെസ്ക്ടോപ്പ് PC. ആൻഡ് MSI ആണ് ഫസ്റ്റ് ബോർഡ് ഉണ്ടാക്കിയത് CAM 2 മെമ്മറി സപ്പോർട്ട് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്? കമ്പനി പറയുന്നത് മെമ്മറി മൗണ്ട് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ട്രേസസ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഓവറോൾ ബാൻഡ് വിത്ത് അല്ലെങ്കിൽ ഓവറോൾ ലേറ്റൻസി കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ്. സോ ഇവിടെ നമുക്ക് ട്രഡീഷണൽ രീതിയിൽ നോക്കുവാണെങ്കിൽ 4 സ്ലോട്ട്സ് കണക്ട് ചെയ്യണം, അതിൻ്റെ ഡിഫറെൻറ്റ് കണക്ടേഴ്സ്, അതേപോലെ കണക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഓവറോൾ ചെറിയ സൈസിൽ ഹയർ സ്പീഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും വിത്ത് ലോ ലേറ്റൻസി. ട്രഡീഷണൽ ആയിട്ടുള്ള റാം മൗണ്ടിങ് സിസ്റ്റം നോക്കുവാണെങ്കിൽ ചില റാം മോഡൽ ടോളർ ആയിരിക്കും, ഹീറ്റ് സിങ്ക് ടോൾ ആയിരിക്കും, അതിന്റെ മേളിൽ ലൈറ്റിംഗ് സ്ട്രിപ്പ് വരും. അതെല്ലാം കൂടെ വരുമ്പം റാം ഓവറോൾ ടോൾ ആയിരിക്കും. സോ നിങ്ങൾ വലിയ എയർ കൂളേഴ്സ്, ബീഫി ആയിട്ടുള്ള കൂളേഴ്സ് ഒക്കെ വെക്കാൻ നോക്കുവാണെങ്കിൽ ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. അതേപോലെ ലിക്വിഡ് കൂളേഴ്സിന്റെ പമ്പിന്റെ ചില ബ്രാൻഡ്സിന്റെ സൈസ് വലുതാണ്, പൈപ്പിന്റെ ലെങ്ത് ചിലപ്പോൾ ചെറുതായിരിക്കും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് വരുമ്പം ക്ലിയറൻസ് ഒരു ഇഷ്യൂ ആണ്. സോ അത് വിഷ്വൽ പെർസ്പെക്റ്റീവ് ആൻഡ് ക്ലിയറൻസിന്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു റാം സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇനി RGB റാം വേണമെന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. ബിക്കോസ് റാം ഇങ്ങനെ ഒരു ബോർഡ് പോലെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ എവിടെ RGB കൊടുക്കാൻ പറ്റും? എനിവേസ് കമ്പനീസ് എന്തായാലും RGBയും കാര്യങ്ങളും കൊണ്ടുവരും. മേളിൽ എന്തെങ്കിലും ഹീറ്റ് സിങ്കോ അങ്ങനത്തെ പ്ലേറ്റോ കാര്യങ്ങളോ വെച്ച് അതിൽ RGB ഒക്കെ കൊടുക്കും. എനിവേസ് ആസ് ഓഫ് നോ നമുക്ക് അങ്ങനത്തെ മോഡ്യൂൾസ് ഒന്നും കാണുന്നില്ല. ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ് ഇപ്പോൾ കാണുന്നത്. ബട്ട് പേഴ്സണലി ലുക്ക് വൈസ് അല്ലെങ്കിൽ RGBയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ പഴയ സിസ്റ്റം തന്നെയാണ്, കാണാൻ കുറച്ച് ബെറ്റർ. എനിവേസ് സൈസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 32GB സിംഗിൾ സ്റ്റിക്സ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇത് 64GB സിംഗിൾ സ്റ്റിക്കും ആക്കാമെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾറെഡി DDR5 റാംസിന്റെ സ്പീഡ്സ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ പുതിയ ലേ ഔട്ട് കാരണം സ്പീഡ്സിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. അതേപോലെ കമ്പനി പറഞ്ഞത് DDR6 റാംസും ഇൻ ഡെവലപ്മെന്റ് ആണ്. സോ വെരി സൂൺ DDR6ഉം വരുന്നതായിരിക്കും. സോ DDR6 വരുമ്പോൾ സ്റ്റെബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. സോ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഫോം ഫാക്ടർ വരുവാണെങ്കിൽ DDR6 നിന്ന് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ്ലി വേറൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. ഇത് 100% ആയിട്ട് കൺഫേം ചെയ്തിട്ടില്ല. CAM 2 മോഡ്യൂൾസ് ഇന്റർചേഞ്ചബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇൻ കേസ് CAM 2 ഉള്ളൊരു ഡെസ്ക്ടോപ്പും CAM 2 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ നമുക്ക് 2 റാംസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അത് ഇപ്പോഴത്തെ സിസ്റ്റം നോക്കുവാണെങ്കിൽ അത് പോസിബിൾ അല്ല. ബിക്കോസ് നോർമൽ ഡെസ്ക്ടോപ്പിന്റെ കുറച്ച് വലിയ റാംസ് ആണ്. സോ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ എന്തായാലും ഇപ്പോൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്റ്റെബിലിറ്റി ഫാക്ടർ ടെസ്റ്റ് ചെയ്യണം, ലേറ്റൻസിയുടെ കാര്യങ്ങൾ, ബാൻഡ് വിത്ത്, പല കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ട്. സോ എനിവേസ് ഈ സിസ്റ്റം മെയിൻ സ്ട്രീമിലോട്ട് വന്ന് ഡീറ്റെയിൽഡ് അനാലിസിസും കാര്യങ്ങളൊക്കെ വന്നാലേ നമുക്ക് ക്ലിയർ ഐഡിയ വരത്തുള്ളൂ. പ്രൈസിംഗ് വൈസ് ഒബ്വിയസ്ലി പുതിയൊരു ടെക്നോളജിയാണ്. സോ ഇനീഷ്യലി കൂടുതൽ തന്നെ ആയിരിക്കും. ഇത്രയായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ അല്ല, ബട്ട് കൂടുതൽ തന്നെ ആയിരിക്കും. വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ്. അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഓൾ അബൌട്ട് CAM 2 മെമ്മറി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽസ് ആൻഡ് ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ വാട്സ്ആപ്പ് മീ ഓൺ ദിസ് നമ്പർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.